ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു ദൈവന ശുശ്രൂഷയുടെ സമയം എൻ്റെ മുമ്പിലില്ല. ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ സംസാരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 5 മിനിറ്റ് കൊണ്ട് നിർത്തി 5 മിനിറ്റ് കൊണ്ട് ആരാധിച്ച് 10 മണിക്ക് തന്നെ നമുക്കിവിടെ ഹോളിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? അടുത്ത വാക്യം. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തുന്നു, അറിയിക്കുന്നു. ആ പദങ്ങൾ ശ്രദ്ധിക്കാൻ. നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. യോഹന്നാന് സ്നാപകൻ കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. യോഹന്നാൻ സ്നാപകൻ അല്ലേ? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അനേക പുരുഷാരം നിൽക്കുന്നതിന്റെ നടുവിൽ സ്നാനത്തിനായി യോർദാന്റെ അടുത്തേക്ക് കടന്നു വരുന്ന 40 മൈലോളം യാത്ര ചെയ്ത് യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ കടന്നു വന്ന യേശു കർത്താവിനെ അനേക യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് യോഹന്നാനാണ് വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ യേശുവിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ വെളിപ്പാടിൽ തിരിച്ചറിഞ്ഞ ആളായിരുന്നു ആര്? യോഹന്നാൻ സ്നാപകൻ. എന്നാൽ താൻ പിടിക്കപ്പെട്ടു, തന്റെ തല അറക്കപ്പെടുവാനായി പോവുകയാണ്. താൻ കാരാഗ്രഹത്തിലായിരിക്കുന്നു. സുവിശേഷം നിമിത്തം, മാനസാന്തര ദൂത് നിമിത്തം, രാജാവിനോട് സംസാരിച്ച പ്രവചന ശബ്ദം നിമിത്തം താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് തന്റെ മരണത്തിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഉള്ളിലേക്ക് ഒരു സംശയം കടന്നു വന്നു. ഈ യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രസിദ്ധി കാരാഗ്രഹത്തിൽ അകത്ത് വരെ വന്നതുകൊണ്ട് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുകയാണ്, യേശുവിന്റെ അടുത്ത് വരുവാനുള്ളവൻ നീയാണ്. യേശു അതിന് മറുപടി പറയുന്നത്, വരുവാനുള്ളവൻ ഞാൻ തന്നെ എന്ന് നീ അവരെ അറിയിക്കുക എന്നല്ല യേശു മറുപടി പറയുന്നത്. യേശു മറുപടി പറയുന്നത് മറ്റൊന്നാണ്. കുരുടന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, സുവിശേഷം അറിയിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനോട് അറിയിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല സമയത്ത് നല്ല പ്രവചന ശബ്ദത്തിൽ നിന്ന് യോഹന്നാൻ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ, ഭാരം കടന്നു വന്നപ്പോൾ, കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിലായപ്പോൾ തന്റെ അകത്തേക്ക് അവിശ്വാസം കടന്നു വന്നു, സംശയം കടന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടക്കം നല്ലതായിരുന്നല്ലേ? നമ്മുടെ തുടക്കം നല്ലതാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിൽ നാം ജീവിക്കുമ്പോൾ ആ ആരംഭം നല്ലതാണെങ്കിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, അസ്വസ്ഥതകൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അകത്തും അവിശ്വാസം കയറാം, വെളിപ്പാടുകൾ നഷ്ടപ്പെടാം, പ്രാർത്ഥന കുറവുണ്ടാകാം, അവിശ്വാസം അകത്ത് കയറുമെന്ന് കർത്താവിനെ സംശയിക്കാം. അതിനുള്ള മറുപടിയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ എന്ന് നീ ചെന്ന് പറയണ്ട, നീ കാണുന്നത് കേൾക്കുന്നത് നീ ചെന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് കാണുന്നത് കേൾക്കുന്നതും? ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ യഹൂദദേശം കണ്ടിട്ടില്ലാത്ത, ഗലീല കണ്ടിട്ടില്ലാത്ത ചിലര് യോഹന്നാന്റെ ശുശ്രൂഷയുടെ പിരീഡ് പോലും കണ്ടിട്ടില്ലാത്ത ചിലത് പട്ടണത്തിൽ സംഭവിക്കുന്നു എന്ന് യോഹന്നാനെ നീ അറിയിക്കുക. അതറിയിക്കുമ്പോൾ യോഹന്നാൻ മനസ്സിലാകും ആരാണ്. ഇനിയും ഒരുവന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ആരാണ് ഈ അത്ഭുതങ്ങളുടെ പിന്നിൽ? ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നിൽ ഒരേ ഒരുവനാണ്, അത് യേശു കർത്താവാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ത് ചെയ്യണം? യോഹന്നാനെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കട്ടെ. ഹല്ലേലൂയ. നാം കർത്താവിനെ ആരാധിക്കുന്നവരെങ്കിൽ
നാം പ്രാർത്ഥിക്കുന്നവരെങ്കിൽ, ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത യേശുവിനെയാണ് നാം ആരാധിക്കുന്നെങ്കിൽ, യേശു വല്ല ശുശ്രൂഷയിൽ എന്ത് കാണും? അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിരിക്കും. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രീതിയിൽ ചിലത് സംഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ചാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എന്തിനാണെന്നറിയാമോ? നമ്മുടെ അവിശ്വാസമുള്ള ഹൃദയത്തെ പൊടിച്ചു കളഞ്ഞ്, നമ്മുടെ ദുഷ്ട ഹൃദയത്തെ തകർത്ത് കളഞ്ഞ് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാരണമായി തീരും. ഈ സഹോദരിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മളോട് സഹകരിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയോട് ആയിട്ടുള്ളൂ. വേഗത്തിൽ ദൈവം ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ടോ? പ്രാർത്ഥിച്ചപ്പോൾ ഒരു അടയാളമായി, ഒരു അത്ഭുതമായി ഒരു പ്രവൃത്തി ദൈവം ചെയ്യുന്നു. ഇനിയും തന്നെ ആസിക്ക് പഠനത്തിൽ നിൽക്കണം. വിസയുടെ ആവശ്യമുണ്ട്, കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ പറയുന്നതെന്നറിയാമോ? നമ്മുടെ അവിശ്വാസത്തെ തകർത്ത് കളയേണ്ടതിന്, നമ്മുടെ സംശയത്തെ മാറ്റേണ്ടതിന് ചിലപ്പോൾ ദൈവം വേഗത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യും, ചില അടയാളങ്ങൾ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. യേശു കർത്താവ് പറയാണ്, നീ ചെന്ന് പറ, ഈ അത്ഭുതം ഇവിടെ നടന്നു, ഈ അടയാളം ഇവിടെ നടന്നു. അതിന്റെ തെളിവെന്താണെന്ന് അറിയാമോ? ഇനിയും ഒരുവന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെയാണെന്ന് ഞാൻ എന്നിൽ കൂടെ ചെയ്യുന്ന പ്രവർത്തികൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. യോഹന്നാനെ, സംശയിക്കേണ്ട, നീ വിശ്വസിക്കുന്നത് പോലെ ഞാൻ തന്നെയാണ് ക്രിസ്തു. എന്റെ കരങ്ങളിലൂടെ വെളിപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കാമോ? അനേക അത്ഭുതങ്ങൾ, എല്ലാം എനിക്ക് തുടരണമെന്ന് പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് അനേക അത്ഭുതങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയും. ഈ അത്ഭുതങ്ങളൊക്കെ എന്തിനാണെന്നറിയാമോ? ഈ അടയാളങ്ങളൊക്കെ എന്തിനാണെന്നറിയാമോ? നമുക്ക് അവിശ്വാസമുള്ള സമയത്ത്, സംശയമുള്ള സമയത്ത് ഇതൊക്കെ ദൈവം തന്നിട്ട് ദൈവം നമ്മെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ വചനത്തിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന് നമുക്ക് കാണാൻ കഴിയും. വെള്ളത്തിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൽ കാണാൻ കഴിയും. ഒരുപാട് ഭാഗങ്ങൾ അല്ലെ, ചെങ്കടലിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തു അല്ലെ, കിഴക്കൻ കാറ്റിന് ദൈവം അടുപ്പിച്ച് ഒരു ഉണങ്ങിയ നിലം വെളിപ്പെടുത്തി 2 മതിലുകൾ പോലെ വെള്ളം നിൽക്കുവാനായിട്ടിടയായി തീർന്നു. വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു അത്ഭുതം. അതേപോലെ തന്നെ യോർദാനിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തു. വെള്ളത്തിൽ എന്താണ്? മഹാപുരോഹിതന്മാർ തങ്ങളുടെ തോളിൽ യഹോവയുടെ പെട്ടകം, ദൈവപെട്ടകം എടുത്തപ്പോൾ അവരുടെ ഉള്ളങ്കാൽ വെള്ളത്തിന്റെ മേൽ ചവിട്ടിയപ്പോൾ യോർദാൻ എന്ത് ചെയ്തു? 2ആയി പിളർന്നു മാറി. ഹല്ലേലൂയ. ചിറ പോലെ പൊങ്ങി നിന്നു. പ്രൈസ് ദി ലോർഡ്. മതിച്ചൊഴുകിയ, തകർത്തൊഴുകിയ യോർദാൻ. ഹല്ലേലൂയ. ഇവരുടെ കാലിന്റെ സ്പർശനം നമ്മുടെ ഏറ്റപ്പെടുത്തേക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ വെള്ളം പിന്നിലേക്ക് മാറി ചിറ പോലെ പൊങ്ങി നിന്നെന്ന്. വെള്ളത്തിന്റെ മേലെ അത്ഭുതം, വെള്ളത്തിന്റെ മേൽ പിന്നെയും അത്ഭുതം. യേശു കർത്താവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ. 6 ബാലിക്കാരന്മാർ എന്ന് പറയുന്നു, 6 കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. യേശു എന്ത് ചെയ്തു? യേശു തൊട്ട് പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടില്ല, ഒറ്റ വാക്ക് എഴുതിയിട്ടുള്ളൂ. കൊണ്ടുപോയി വിരുന്ന് വാഴിക്ക് കൊടുത്തി. ഞാൻ ചിന്തിക്കുക, ആ കോരിയെ കുറിച്ച്, കോരിയെ കാണാൻ കർത്താവ് പോയില്ല, ബാലിക്കാരെ കാണാൻ കർത്താവ് പോയില്ല, കോരി വെച്ചിരിക്കുന്ന കൽപ്പാത്രങ്ങളിൽ കരം വെച്ച് പ്രാർത്ഥിച്ചില്ല, ഒന്നും ചെയ്തില്ല. കോരുക, കൊടുക്കുക, വിരുന്ന് വാഴിക്ക് കൊടുപ്പി എന്ന് അവർ കൊടുക്കുന്ന മാത്രയിൽ, അവർ ഒഴിക്കുന്ന മാത്രയിൽ, കൊണ്ടുവന്നത് വെള്ളം, നിറച്ചു വെച്ചത് വെള്ളം, കൽപ്പാത്രങ്ങൾ 6 കൽപ്പാത്രങ്ങളിൽ വെള്ളം, എല്ലാം വെള്ളം. വിളമ്പി അല്ല, അവര് കിണറ്റിന് കോരിയപ്പോഴും വെള്ളമായിരുന്നു, നിറച്ചപ്പോഴും വെള്ളമായിരുന്നു, കൊണ്ടുപോയപ്പോഴും വെള്ളമായിരുന്നു. പക്ഷെ വിരുന്നുവാഴിയുടെ ടേബിളിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ അത് വീഞ്ഞായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതൊക്കെ തുടർന്ന് 1 മണിക്കൂർ എടുത്തെന്ന് ശുശ്രൂഷിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ആ സ്പോട്ടിൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചാട്ടെ, ഈ 2 മിനിറ്റിനുള്ളിൽ നീ വരാൻ വിശ്വസിച്ചാട്ടെ, ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്യാൻ ആണ്ടുകളുടെ സമയം വേണ്ട, വർഷങ്ങൾ വേണ്ട, സംവത്സരങ്ങൾ വേണ്ട.
the Lord. മാത്രമല്ല ഒഴിച്ചപ്പോൾ വെള്ളത്തിന് മേൽ അടുത്ത അത്ഭുതം ഒഴിച്ചപ്പോൾ അത് ബീജായമായി. ഇനിയുണ്ട് വെള്ളം. മാറായുടെ കയ്പ് നീരായിരുന്നവർക്ക്